Hi students, welcome to today's chemistry class, General Principles and Process of Isolation of Elements, Part 3. Last part ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് Electrochemical Principles of Metallurgy, Heroult process, Refining, Uses of Metals എന്നിവയെ പറ്റിയാണ്. Electrochemical Principles of Metallurgy. നമുക്കറിയാം മെറ്റലർജി എന്ന് പറയുന്നത് വേരിയസ് പ്രോസസ് ഓഫ് മെറ്റൽസ് നിർമ്മിക്കുന്നതിനുള്ള വേരിയസ് പ്രോസസ് അല്ലേ. പല കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു, പല സ്റ്റെപ്പുകൾ. ഇവിടെ ഇലക്ട്രോകെമിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റലർജിക്കകത്ത് ഇലക്ട്രിക്കൽ മെറ്റലർജി അല്ലെങ്കിൽ ഇലക്ട്രോ മെറ്റലർജി എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഡെൽറ്റ G0 ദാറ്റ് ഈസ് ഈക്വൽ ടു -NfE0. അതായത് റിഡക്ഷൻ നടക്കുന്നു. ദ റിഡക്ഷൻ ഓഫ് എ മോൾട്ടൺ മെറ്റൽ സോൾട്ട്, ഇലക്ട്രോളിസിസ് ഇസ് ഡൺ. സച്ച് മെത്തേഡ്സ് ആർ ബേസ്ഡ് ഓൺ ഇലക്ട്രോകെമിക്കൽ പ്രിൻസിപ്പിൾ. ഇലക്ട്രോകെമിക്കൽ പ്രിൻസിപ്പിളിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള മെറ്റലർജിക്കൽ പ്രോസസ് ആണ്. വിച്ച് കുഡ് ബി അണ്ടർസ്റ്റുഡ് ത്രൂ ദ ഇക്വേഷൻ ഡെൽറ്റ G0 ദാറ്റ് ഈസ് ഈക്വൽ ടു -NfE0. എന്താണ് N? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, E0 പൊട്ടൻഷ്യൽ, F എന്ന് പറഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റന്റ്, ഡെൽറ്റ G എന്ന് പറഞ്ഞാൽ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച്. ഹിയർ N is the number of electrons, E0 is the electrode potential of the redox couple. More reactive metals have large negative values of the electrode potential. നമ്മൾ ഇലക്ട്രോകെമിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് മെറ്റലർജി ആണ്. അതിനകത്തെ മെയിൻ ഇക്വേഷൻ ആണ് ഡെൽറ്റ G0 ദാറ്റ് ഈസ് ഈക്വൽ ടു -NfE0. മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, അതിനെയൊക്കെ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തി റിഡക്ഷൻ നടത്തുന്നു, ഓക്സിഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് അലൂമിനിയത്തിന്റെ പ്രിപ്പറേഷൻ നോക്കുമ്പോൾ അലൂമിനിയം വാസ് ക്ലാസിഫൈഡ് ആസ് എ പ്രഷ്യസ് മെറ്റൽ ഡ്യൂറിംഗ് mid-19th century. Napoleon III gave aluminium cutlery to his most distinguished guest. ഏറ്റവും പ്രധാനപ്പെട്ട ഗസ്റ്റുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന അലൂമിനിയത്തിന്റെ കട്ട്ലറി ആയിരുന്നു. ഓൾ അതർ ഗസ്റ്റ് ഹാഡ് ടു ഈറ്റ് വിത്ത് ഗോൾഡ് കട്ട്ലറി. ബാക്കിയുള്ളവർക്ക് സ്വർണത്തിന്റെ കട്ട്ലറി കൊടുക്കുമ്പോൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തിരുന്നതാണ് അലൂമിനിയത്തിന്റെ കട്ട്ലറി ആയിരുന്നു കൊടുത്തിരുന്നത്. ഇദ്ദേഹമാണ് നെപ്പോളിയൻ III. അന്നേരം നമുക്ക് അലൂമിനിയത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഗോൾഡിനേക്കാളും വിലയുള്ളതായിരുന്നു അന്നത്തെ കാലത്ത്. അലൂമിനിയത്തിന്റെ പ്രിപ്പറേഷൻ ഇലക്ട്രോമെറ്റലർജി, അതായത് Heroult പ്രോസസ്സിൽ നടത്തുവാണ് അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ. അലൂമിനിയംസ് ഡെവലപ്മെന്റ് ചേഞ്ച് വിത്ത് ദ ഡിസ്കവറി ഓഫ് എ മോർ കോസ്റ്റ് എഫിഷ്യന്റ് ഇലക്ട്രോലിറ്റിക് പ്രൊഡക്ഷൻ മെത്തേഡ് ഇൻ 1886. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ പോൾ ഹെറോൾട്ട്. അദ്ദേഹം ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ ആയിരുന്നു. The method involved the reduction of molten aluminum oxide in cryolite. Heroult process reduction of molten aluminum oxide in cryolite ആണ് നടത്തിയത്. The process demonstrated excellent result but required an enormous amount of electric power. കറണ്ട് കടത്തിവിട്ടാണ് ഇത് നടത്തിയത് ഈ പ്രോസസ്. നമുക്കറിയാം അലൂമിനിയം ഇസ് എ റിയാക്റ്റീവ് മെറ്റൽ ആണ്. അലൂമിനിയം എന്നിട്ട് നമ്മൾ ഓർക്കും പെട്ടെന്ന് തന്നെ അതിന് കൊറോഷന് വിധേയമാകുന്നു. എന്താണ് കൊറോഷൻ? ലോഹനാശനം. പക്ഷേ we might expect it to corrode easily, but a strong coating of oxide on its surface prevents this in most everyday situation. അതുകൊണ്ടാണ് അലൂമിനിയം റൂഫിംഗ് ഷീറ്റ് എന്നൊക്കെ നിങ്ങൾ പരസ്യം കണ്ടിട്ടുണ്ട് അല്ലേ? പരസ്യത്തിനകത്തൊക്കെ അലൂമിനിയത്തിന്റെ ആ റൂഫിംഗ് ഷീറ്റിനെ പറ്റി പറയുന്ന എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് വളരെയധികം ഉപകാരമുള്ള ഒരു കാര്യമാണ് അലൂമിനിയത്തിന്റെ റൂഫിംഗ് ഷീറ്റൊക്കെ. അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ നമ്മൾ ഓർക്കും ഇത് കൊറോഷന് വിധേയമാകും, മഴ നനയുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ തുരുമ്പിച്ചു പോകുന്നൊക്കെ ഓർക്കും. പക്ഷേ അവിടെ ഓക്സൈഡുമായിട്ട് ഇത് കമ്പൈൻ ചെയ്ത് അലൂമിനിയം ഓക്സൈഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കോട്ടിങ് ഉണ്ടാകുന്നു അലൂമിനിയത്തിന്റെ മുകളിൽ. ഇതാണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നത്. ആ അലൂമിനിയം ഓക്സൈഡ് കോട്ടിംഗ് ഓഫ് ഓക്സിജൻ ആറ്റം പ്രിവെന്റ്സ് ഫർദർ അറ്റാക്ക്. പിന്നെ വേറെ ഏത് ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ആ മഴ വന്നാലും ഒന്നും ഒരു പ്രശ്നവും ഇല്ല, അവിടെ തുരുമ്പും ഉണ്ടാകുന്നില്ല. അന്നേരം ഇതാണ് അലൂമിനിയത്തിന്റെ ഒരു പ്രത്യേകത. It has a low density which leads to its extensive use in the aerospace industry.
അലൂമിനിയത്തിന്റെ ഓർ എന്ന് പറയുന്ന ബോക്സൈറ്റ് ആണ്, അലൂമിനിയം ഓക്സൈഡ്. ദ ഓർ ഇസ് ഡിസോൾവ് ഇൻ ക്രയോലൈറ്റ് ടു ലോവർ ദ മെൽറ്റിംഗ് പോയിന്റ്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു പുതിയൊരു ടേം കൊണ്ടുവരികയാണ്, ക്രയോലൈറ്റ്. ക്രയോലൈറ്റ് ഉപയോഗിച്ചാൽ അലൂമിനിയത്തിന്റെ ഓറിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കുന്നു. എന്താണ് ക്രയോലൈറ്റ്? Na3Al(F6) എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് ക്രയോലൈറ്റ്. എന്നിട്ട് ഓർത്തിരിക്കുക, ക്രയോലൈറ്റിന് എന്താണ് പങ്കാളിത്തം അലൂമിനിയത്തിന്റെ പ്രിപ്പറേഷനകത്ത്? അന്നേരം ക്രയോലൈറ്റ് ലോവേഴ്സ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം ഓർ. ഇതാണ് ഇലക്ട്രോളിറ്റിക് പ്രോസസ് നടക്കുന്ന അലൂമിനിയത്തിന്റെ ഹാൾ-ഹെറോൾട്ട് പ്രോസസ്. ഇവിടെ ഈ അപ്പാറ്റസിനകത്ത് ആനോഡായിട്ട് കാർബൺ ആനോഡാണ് ഉപയോഗിക്കുന്നത്, കാർബൺ ആനോഡ്സ്. അതാണ് ഈ കാണുന്നത് ഗ്രാഫൈറ്റ്. അതുപോലെ തന്നെ കാഥോഡ് ടാങ്ക് ലൈൻഡ് വിത്ത് കാർബൺ കാഥോഡാണ് നമ്മൾ കാണുന്നത്. അന്നേരം ആനോഡും കാഥോഡും എന്താണ്? കാർബൺ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്, കാർബൺ. ഇനി കറണ്ട് കടത്തി വിടുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ഇലക്ട്രോലൈറ്റ് ബോക്സൈറ്റിന്റെ മോൾട്ടൺ ഇലക്ട്രോലൈറ്റ് ഓഫ് ബോക്സൈറ്റ് പ്ലസ് ക്രയോലൈറ്റ് ആണ് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത്. കറണ്ട് കടത്തി വിടുമ്പോൾ അലൂമിനിയം ഓക്സൈഡിന് ഡീകമ്പോസിഷൻ വന്ന് അത് അലൂമിനിയം 3+ ഓക്സിജനുമായിട്ടൊക്കെ ലിബറേറ്റ് ചെയ്ത് പോകുന്നു. ഇതാണ് നമ്മൾ ഹാൾ-ഹെറോൾട്ട് പ്രോസസ്സിനകത്ത് ഒബ്സർവ് ചെയ്യുന്നത്. ഗ്രാഫൈറ്റ് ആനോഡ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു ദ മോൾട്ടൺ ഇലക്ട്രോലൈറ്റ് റെഡി ഫോർ ഇലക്ട്രോളിസിസ്. മോൾട്ടൺ ഇലക്ട്രോലൈറ്റ് ബോക്സൈറ്റ് പ്ലസ് ക്രയോലൈറ്റ് ആണ് ഈ വെസലിനകത്ത് ഉള്ളത്. കാർബൺ ആനോഡ് കാർബൺ കാഥോഡാണ് ഇതിന്റെ വോൾസിലായിട്ട് ഉള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ റിയാക്ഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. അലൂമിനിയം ക്രയോലൈറ്റ് അല്ലെങ്കിൽ അലൂമിനിയം നമുക്ക് പുറത്തേക്ക് കിട്ടുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ആണ് അലൂമിനിയം നമുക്ക് ലഭിക്കുന്നു. എന്താണ് ഇവിടുത്തെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഇലക്ട്രോളിസിസ്, ഇലക്ട്രോലൈറ്റിനകത്തോട് കറണ്ട് കടത്തിവിടുമ്പോൾ നമ്മുടെ ഓറ് ഡീകമ്പോസ് ചെയ്യുന്നു. ഈ ഡീകമ്പോസ് ചെയ്യുന്ന അലൂമിനിയം 3+ ആയിട്ടാണ്. നമുക്കറിയാം അലൂമിനിയം 3+ എന്ന് പറയുമ്പോൾ കാറ്റയോണാണ്. ഈ കാറ്റയോൺ എപ്പോഴും പോകുന്നത് കാഥോഡിലായിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കണം. കാഥോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും കാഥോഡ്. നെഗറ്റീവ് ചാർജ് ആണ് ഇവിടെ. അലൂമിനിയം 3+ പോകുന്നത് കാഥോഡ്. ആ കാഥോഡിന് ആ അയോണിന്റെ ഓപ്പോസിറ്റ് ചാർജ് ആണുള്ളത്. ഇവിടെ നെഗറ്റീവ് ആണ് കാഥോഡായിട്ടിരിക്കുന്നത്. നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ട് കാറ്റയോൺ വരുന്നു. ഓക്കെ, ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ട് and so positive aluminum ion move towards the negative cathode. At the cathode, these ions gain electron and turn into aluminium atoms. Then aluminium 3+ കാഥോഡിൽ ചെന്ന് കഴിഞ്ഞ് ഇലക്ട്രോണെ സ്വീകരിച്ച് അലൂമിനിയം ആറ്റമായി മാറുന്നു. ഇനി അലൂമിനിയം ഓക്സൈഡ് ആണ് അലൂമിനിയത്തിന്റെ ഓർ എന്ന് പറയുന്നത്, ബോക്സൈറ്റ്. ആ ബോക്സൈറ്റിനകത്ത് ഓക്സിജൻ ചാർജ് ആണ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ളത് ഏത് ഇലക്ട്രോണിലോട്ടായിരിക്കും പോണത്? പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിലോട്ടായിരിക്കും പോണത്. എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് ചാർജ്. അതായത് നിങ്ങളുടെ മനസ്സിലോട്ട് വരണം, നെഗറ്റീവ് ചാർജുള്ള അയോണിനെ വിളിക്കുന്നതാണ് ആനയോൺ. ആനയോൺ പോകുന്നത് ആനോഡിലോട്ടായിരിക്കും പോകുന്നത്. ഓർത്തിരിക്കുക, ആനയോൺ പോകുന്നത് ആനോഡ് പോസിറ്റീവ് ചാർജ് ആണ് ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനകത്തോട്ട് ആനയോൺസ് പോകുന്നു. നെഗറ്റീവ് ചാർജിലെ ഓക്സൈഡ് ion move to the anode. Here they lose 2 electrons and so turn into neutral oxygen atoms. ഓക്സിജൻ അതിന്റെ ഇലക്ട്രോണിനെ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണിന് കൊടുത്തിട്ട് അത് ഓക്സിജൻ ആറ്റമായി മാറുന്നു. These atoms join into pairs to form normal oxygen gas. നമ്മളിപ്പം കണ്ടത് ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് ആണ്. ഈ ഓക്സിജൻ ഇവിടെ നമുക്കറിയാം, ഇവിടുത്തെ പോസിറ്റീവ് ആനോഡ് എന്താണ്? ആനയോൺസ് ആനോഡിലോട്ട് പോകണം. ആനോഡ് എന്താണ്? കാർബൺ ആണ് ആനോഡ്. ഈ ആനോഡിലെ കാർബണുമായിട്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആകുന്നു. റിമെമ്പർ, the electrolysis is carried out at high temperature. Under this condition, a lot of oxygen react with the carbon anode. Carbon dioxide is formed and the anode is rapidly eaten away and frequently has to be replaced. ഓക്കെ, ഇതാണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്ന ആണ് ഇപ്പൊ കണ്ടത്. കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഹാൾ-ഹെറോൾട്ട് പ്രോസസ്സിനകത്തെ അതിന്റെ അപ്പാറ്റസ് നമുക്കൊന്ന് പരിചയപ്പെടാം. കാർബൺ ആനോഡ്, മോൾട്ടൺ അതിനകത്ത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് മോൾട്ടൺ അലൂമിനിയം ഓക്സൈഡ്, അതാണ് ബോക്സൈറ്റ് പ്ലസ്
ക്രയോലൈറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഓറിന്റെ Na3Al(F6) ആണ്. കാഥോഡ്, കാർബൺ ലൈനിങ് കാഥോഡാണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നത്. അലൂമിനിയം ഈ ഔട്ട്ലെറ്റിലൂടെ കിട്ടുന്നു. മോൾട്ടേൺ അലൂമിനിയം ആണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, ഹാൾ-ഹെറോൾഡ് പ്രോസസ് ആണ് പഠിച്ചത്. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. വാട്ട് ഡു വി കോൾ ദ സബ്സ്റ്റൻസ് ആഡഡ് ടു ദ അലൂമിനിയം ഓർ പ്രയർ ടു ഇലക്ട്രോളിസിസ്? അലൂമിനിയത്തിന്റെ ഓറിന്റെ കൂടെ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണ്? എന്തായിരിക്കും ആൻസർ? ക്രയോലൈറ്റ്. ഓക്കെ, ക്രയോലൈറ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. വാട്ട് സബ്സ്റ്റൻസസ് ആർ ദ കാഥോഡ്സ് മെയ്ഡ് ഫ്രം? അത് ഏതാണ്? കാർബൺ കാഥോഡ്സ് ആണുള്ളത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വരികയാണ്. വാട്ട് ഹാപ്പൻസ് ടു ദ ഓക്സിജൻ ഗിവൺ ഓഫ് ഡ്യൂറിംഗ് ഇലക്ട്രോളിസിസ്? ഓക്സിജന് എന്ത് സംഭവിക്കുന്നു? ഇറ്റ് റിയാക്ട് വിത്ത് കാർബൺ ഇലക്ട്രോഡ് ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. എന്നിട്ട് നമുക്ക് ഈ റിയാക്ഷൻസ് എല്ലാം പിടികിട്ടും. എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയത്തിനകത്ത് നമ്മൾ കണ്ടത് ഓറായിട്ട് ഉപയോഗിക്കുന്ന ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റിന്റെ കൂടെ ക്രയോലൈറ്റ് ഉപയോഗിക്കുന്നു. ക്രയോലൈറ്റ് ഓറിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. ലീച്ചിങ്ങിലൂടെ ഇത് പ്യൂരിഫിക്കേഷൻ നടത്തുന്നു. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കെമിക്കൽ റിയേജന്റ് വെച്ച് നമുക്ക് ഡിസോൾവ് ചെയ്യിച്ചു കഴിഞ്ഞിട്ടുള്ള പ്യൂരിഫിക്കേഷൻ ആണ്, കെമിക്കൽ മെത്തേഡാണ്. ഇലക്ട്രോളിസിസ് ഓഫ് പ്യൂർ അലൂമിനിയം ഹാൾ-ഹെറോൾഡ് പ്രോസസ്സിലൂടെ ഇലക്ട്രോളിസിസ് നടത്തുവാണ്. ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ അലൂമിനിയം ഓക്സൈഡ് അലൂമിനിയമായി മാറുന്നു. കൂടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇലക്ട്രോളിസിസ് റിയാക്ഷൻ കാഥോഡിനകത്ത് അലൂമിനിയം 3+, 3 ഇലക്ട്രോൺ സ്വീകരിച്ച് അലൂമിനിയമായി മാറുന്നു. ആനോഡിനകത്ത് ഓക്സിജൻ O2- കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഒക്കെ ആയിട്ട് മാറുന്നു. ഇതാണ് ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിനിയത്തിനകത്തെ റിയാക്ഷൻസ്. കോമൺ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ പഠിച്ച ഈ ഹാൾ-ഹെറോൾഡ് പ്രോസസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കോമൺ അലൂമിനിയം ഓർ ബോക്സൈറ്റ് ആണ്. ആഡഡ് ടു റെഡ്യൂസ് മെൽറ്റിംഗ് പോയിന്റ് ആണ് ക്രയോലൈറ്റ്. ക്രയോലൈറ്റ് ഉപയോഗിക്കുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് റെഡ്യൂസ് ചെയ്യുന്നു. ദി ഇലക്ട്രോഡ്സ് ആർ മെയ്ഡ് ഔട്ട് ഓഫ് ഗ്രാഫൈറ്റ്. എക്സ്ട്രാക്റ്റിംഗ് അലൂമിനിയം ഇസ് എ റിഡക്ഷൻ പ്രോസസ് ആണ് എക്സ്ട്രാക്റ്റിംഗ് അലൂമിനിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എളുപ്പമാണ് ഹാൾ-ഹെറോൾഡ് പ്രോസസ്. ബോർഡ് എക്സാമിനൊക്കെ പലവട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കോപ്പറിന്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് കോപ്പറിന്റെ പ്രിപ്പറേഷൻ പഠിച്ചായിരുന്നു. ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്ന കോപ്പർ ഫ്രം ലോ ഗ്രേഡ് ഓസ് ആൻഡ് സ്കാർസ്. കോപ്പർ ഈസ് എക്സ്ട്രാക്റ്റഡ് ബൈ ഹൈഡ്രോമെറ്റലർജി ഫ്രം ലോ ഗ്രേഡ് ഓർസ്. ഇറ്റ് ഈസ് leached out using acid or bacteria. ചെറിയ എമൗണ്ടിൽ നിന്ന്. The solution containing Cu2+ is treated with the scarp iron or H2. Cu2+ H2 ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പർ സോളിഡ് പ്ലസ് 2H+ കിട്ടുന്നു. എന്നാൽ ഇതാണ് കോപ്പർ ഫ്രം ലോ ഗ്രേഡ് ഓർ. നമുക്ക് ഈ റിഡക്ഷൻ കൂടാതെ, ഇപ്പൊ റിഡക്ഷന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ, റിഡക്ഷൻ കൂടാതെ ഈ ഓക്സിഡേഷനും മെറ്റലർജിക്കകത്ത് നടക്കുന്നുള്ളൂ. ഓക്സിഡേഷൻ beside reduction, some extractions are based on oxidation, particularly for non-metals. For example, non-metal ആണ് ഒരു ക്ലോറിൻ. ആ ക്ലോറിൻ ഗ്യാസിന്റെ പ്രിപ്പറേഷന് വേണ്ടി നമുക്ക് ഓക്സിഡേഷൻ പ്രോസസ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ആയിട്ട് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് നിന്ന് നമുക്ക് ക്ലോറിൻ ഉണ്ടാക്കാം. അതുപോലെ തന്നെ അക്വസ് സോഡിയം ക്ലോറൈഡിൽ നിന്നും എന്തുണ്ടാക്കാം? ക്ലോറിൻ ഗ്യാസ് ഉണ്ടാക്കാൻ സാധിക്കും. എ വെരി കോമൺ എക്സാമ്പിൾ ഓഫ് എക്സ്ട്രാക്ഷൻ ബേസ്ഡ് ഓൺ ഓക്സിഡേഷൻ ഇസ് ദ എക്സ്ട്രാക്ഷൻ ഓഫ് ക്ലോറിൻ ഫ്രം ബ്രൈൻ. ബ്രൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം ക്ലോറൈഡ്. ഉപ്പുവെള്ളത്തിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് സോഡിയം ക്ലോറൈഡ് അല്ലേ. അതായത് കോമൺ സോൾട്ടിൽ നിന്ന് നമുക്ക് ക്ലോറിൻ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഇക്വേഷൻ 2Cl- plus 2H2O gives sodium 2OH- plus H2 plus Cl2. അതുപോലെ തന്നെ അക്വസ് സോഡിയം ക്ലോറൈഡിൽ നിന്ന് ഉണ്ടാക്കാം, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കാം. മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനാണെങ്കിൽ നമുക്ക് കാഥോഡിൽ കിട്ടുന്നത് സോഡിയം മെറ്റൽ ആയിരിക്കും. സോഡിയം മെറ്റൽ. ഇവിടെ നമുക്ക് കിട്ടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അക്വസിനകത്തുള്ളത്. ഓക്കെ, ഓക്സിഡേഷനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തതായിട്ട് ലാസ്റ്റ് സ്റ്റെപ്പാണ് മെറ്റലർജിക്കകത്തെ റിഫൈനിങ്. വളരെ കാര്യങ്ങൾ നമ്മൾ നടത്തി അല്ലെ. ഒറ്റ സ്റ്റെപ്പിലൊന്നും അല്ല ഒരു മെറ്റൽ ഉണ്ടാകുന്നത്. ആദ്യം നമ്മൾ അതിനെ ക്രഷ് ചെയ്യണം, അത് കഴിഞ്ഞ് കോൺസെൻട്രേറ്റ് ചെയ്യണം, പിന്നീട് ഓക്സൈഡ് ആക്കണം. ഓക്സൈഡ് നിർമ്മിക്കാൻ വേണ്ടിയാണ് റോസ്റ്റിങ്, കാൽസിനേഷൻ ഒക്കെ നടത്തിയത്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? റിഡക്ഷൻ നടത്തി. റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ അടുത്താണ് റിഫൈനിങ്. ഏറ്റവും ശുദ്ധീകരിക്കാൻ പോവാ. അതാണ് ആ റിഫൈനിങ് കൂടെ നടത്തി കഴിഞ്ഞ് കിട്ടുന്ന മെറ്റൽസ് എന്ന് പറയുന്നത് നല്ല പ്യൂരിറ്റി ഉള്ളതായിരിക്കും. ഇംപ്യൂരിറ്റീസ് എല്ലാം മാറി നല്ല പ്യൂർ ആയിട്ടുള്ള മെറ്റൽ നമുക്ക് കിട്ടുന്നു റിഫൈനിങ്ങിൽ. റിഫൈനിങ് നടത്തുന്നത് പല നേച്ചർ അനുസരിച്ചാണ്, മെറ്റൽസിന്റെ നേച്ചർ അനുസരിച്ചാണ് റിഫൈനിങ് നടത്തേണ്ടത്.
A metal extracted by any method is usually contaminated with some impurity. For obtaining metals of high purity, several techniques are used depending upon the difference in properties of the metal and the impurities. നമുക്ക് റിഫൈനിങ്ങിന്റെ കുറച്ച് മെത്തേഡ്സ് ആണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ, ലിക്വേഷൻ, ഇലക്ട്രോളിസിസ്, സോൺ റിഫൈനിങ്, വേപ്പർ ഫേസ് റിഫൈനിങ്, ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ്സ്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. എന്നാൽ ഇവിടെ ഈ റിഫൈനിങ് നടത്തുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തെന്ന് ചോദിച്ചാൽ മെറ്റൽസ് ഈസ് പ്യൂരിഫൈഡ്. അതുപോലെ വാല്യുബിൾ മെറ്റൽസ് പ്രസന്റ് ആസ് ഇമ്പ്യൂരിറ്റീസ് ക്യാൻ ബി റിക്കവേർഡ്. നല്ല നല്ല മെറ്റൽസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ഒരു മെത്തേഡാണ് ലിക്വേഷൻ. ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ ലിക്വേഷനിൽ പങ്കെടുക്കുന്ന മെറ്റൽസിന് ചില ക്രൈറ്റീരിയ ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ റിഫൈനിങ് ദ മെറ്റൽസ് ഹാവിംഗ് ലോ മെൽറ്റിംഗ് പോയിന്റ്. ഈ ലിക്വേഷനിൽ പങ്കെടുക്കണമെങ്കിൽ മെറ്റൽസിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ടിന്ന്, ലെഡ്, മെർക്കുറി, ബിസ്മത്ത്, അങ്ങനെയുള്ള മെറ്റൽസിനെല്ലാം ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതാണ്. ഇങ്ങനെയുള്ള ലോ മെൽറ്റിംഗ് പോയിന്റ് ദാൻ ദ ഇമ്പ്യൂരിറ്റീസിനേക്കാളും ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. നമ്മൾ എന്തായാലും ഇവിടെ ലിക്വേഷൻ നടത്താൻ വേണ്ടി ഇങ്ങനെ ഒരു ചെരിഞ്ഞൊരു പ്രതലമാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഇമ്പ്യൂർ ആയിട്ടുള്ള മെറ്റൽ ഇട്ടു. അതിന് നമുക്ക് ഹീറ്റ് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് ആരൊക്കെയാണ് ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് അത് ഓർത്തിരിക്കണം കേട്ടോ. ടിന്ന്, ലെഡ്, മെർക്കുറി, ബിസ്മത്ത് ഒക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്ത് താഴോട്ട് ഒഴുകി അത് അതിന് ഒരു പാത്രത്തിൽ അതിനെ കളക്ട് ചെയ്യുന്നു. അന്നേരം ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നു? ഇമ്പ്യൂരിറ്റീസ് ഈ മുകളിലത്തെ വെസലിൽ തന്നെ ഇരിക്കുവാണ്. പ്യുവർ ആയിട്ടുള്ള മെറ്റൽ മാത്രം മെൽറ്റ് ചെയ്ത് താഴോട്ട് ഒഴുകി നമ്മൾ അടുത്ത വേറൊരു വെസലിനകത്ത് കളക്ട് ചെയ്യുന്നു. The impure metal is placed on the sloping head and is gently heated. The metal melts and flows down, leaving behind the non-fusible impurities. അതായത് ഇമ്പ്യൂരിറ്റീസിനെ വിട്ടിട്ട് ഈ പ്യുവർ ആയിട്ടുള്ള മെറ്റല് താഴെ നമുക്ക് ശേഖരിച്ചെടുക്കാൻ സാധിക്കും. ഇതാണ് ലിക്വേഷൻ. ഓർത്തിരിക്കുക, എളുപ്പമുള്ളതാണ്. ലിക്വേഷൻ ആർക്ക് വേണ്ടിയാണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസിന് വേണ്ടിയാണ് ലിക്വേഷൻ. അങ്ങനെ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസിന്റെ പേര് 2-3 പഠിക്കുക. ടിന്ന്, ലെഡ്, മെർക്കുറി, ബിസ്മത്തിന് വേണ്ടിയാണ് ലിക്വേഷൻ. ഓക്കെ, അടുത്ത റിഫൈനിങ് മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ. നിങ്ങൾക്കറിയാം ഡിസ്റ്റിലേഷൻ ഫസ്റ്റ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ലിക്വേഷൻ ആർക്ക് വേണ്ടിയായിരുന്നു? ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ്. ഇവിടെ ലോ ബോയിലിംഗ് പോയിന്റ് ആണ് ക്രൈറ്റീരിയ. ലോ ബോയിലിംഗ് പോയിന്റ്, പെട്ടെന്ന് തിളയ്ക്കും. ദിസ് ഈസ് യൂസ്ഫുൾ ഫോർ ലോ ബോയിലിംഗ് പോയിന്റ് സച്ച് ആസ് സിങ്ക്, മെർക്കുറി. അല്ലെ, സിങ്കും മെർക്കുറി ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ളതാണ്. ദി ഇംപ്യൂർ ലിക്വിഡ് മെറ്റൽ ഈസ് ഇവാപ്പറേറ്റഡ് ടു ഒബ്റ്റെയിൻ ദ പ്യുവർ മെറ്റൽ ആസ് ഡിസ്റ്റിലേറ്റ്. നമുക്ക് ഡിസ്റ്റിലേഷൻ നടത്താനുള്ള എക്യുപ്മെന്റ്സ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു. റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആണ്. ഈ ഫ്ലാസ്കിനകത്ത് നമ്മൾ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റല് ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റലാണ്. ഈ ഇംപ്യൂർ മെറ്റലിന് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഇത് മെറ്റൽസ് പെട്ടെന്ന് തന്നെ അതിന് ലോ ബോയിലിംഗ് പോയിന്റ് ആയതുകൊണ്ട് ആ ഹീറ്റ് കിട്ടുമ്പോഴേ അതെന്ത് ചെയ്യുന്നു? അത് ഈ വേപ്പേഴ്സ് ആയിട്ട് മാറുന്നു. വേപ്പേഴ്സ് ആയിട്ട് മാറി അത് നമ്മൾ താഴോട്ട് കണ്ടൻസ് ചെയ്ത് അവസാനം നമുക്ക് എന്ത് കിട്ടുന്നു? പ്യുവർ മെറ്റൽ കിട്ടുന്നു. പ്യുവർ മെറ്റൽ. ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നു? ഇമ്പ്യൂരിറ്റീസ് ഇവിടെ തന്നെ ആ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനകത്ത് തന്നെ കിടക്കുന്നു ഇമ്പ്യൂരിറ്റീസ്. ഇതാണ് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ്. ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് ആർക്ക് വേണ്ടിയാണ്? ലോ ബോയിലിംഗ് മെറ്റൽസിനാണ്. ലോ ബോയിലിംഗ് മെറ്റൽസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സിങ്ക്, മെർക്കുറി. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത മെത്തേഡ് ഇലക്ട്രോ റിഫൈനിങ് ആണ്. ഇലക്ട്രോ റിഫൈനിങ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം കറണ്ട് കടത്തിവിടുന്ന. കറണ്ട് കടത്തിവിട്ട് അതിനെ ശുദ്ധീകരിക്കുന്നതിനാണ് ഇലക്ട്രോ റിഫൈനിങ് എന്ന് പറയുന്നത്. ഇലക്ട്രോ റിഫൈനിങ്ങിനകത്ത് ഇംപ്യൂർ മെറ്റൽ ഫോംസ് ആനോഡ്. നമുക്കറിയാം ഇലക്ട്രോളിസിസിനകത്ത് 2 ഇലക്ട്രോഡ് വേണം, ആനോഡും കാഥോഡും. ആനോഡായിട്ട് ഉപയോഗിക്കുന്നത് ഇംപ്യൂർ മെറ്റലിനെയാണ്, കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത് പ്യുവർ മെറ്റലിനെ. ഫോർ എക്സാമ്പിൾ കോപ്പർ നമുക്കൊന്ന് ശുദ്ധീകരിക്കണം. ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറിനെ ആനോഡായിട്ടും പ്യുവർ ആയിട്ടുള്ള കോപ്പറിനെ കാഥോഡായിട്ടും എടുക്കും. While the cathode is a rod or sheet of pure metal, the electrolytic solution consists of a soluble salt of the metal. നമ്മളിവിടെ കാണുകയാണ് ആനോഡ്, കാഥോഡ്, ഇംപ്യൂർ കോപ്പർ മെറ്റല്, പ്യുവർ കോപ്പർ മെറ്റൽ ആണിത്. ആനോഡിൽ എന്തായിരിക്കും റിയാക്ഷൻ? ആനോഡിൽ നമുക്ക് ഓക്സിഡേഷൻ നടക്കുന്നത്. ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പർ 2+ 2 ഇലക്ട്രോണുമായി മാറുന്നു. കാഥോഡിനകത്ത് കോപ്പർ 2+ ഇലക്ട്രോണെ സ്വീകരിച്ച് കോപ്പർ സോളിഡ് ആയിട്ട് മാറുന്നു, പ്യുവർ സോളിഡ്.
Refining the metal. Metal obtained is something contaminated with the metals and other non-metals. Hence, purification is required. Then electrolytic refining during electrolysis, the pure metal is deposited at the cathode. Cathode will the pure metal. Impurities from the anode fall down and collect down at the bottom of the tank as anode mud. Impurity. Anode impurity എന്ത് ചെയ്യുന്നു? താഴോട്ട് വന്ന് ആനോഡിന്റെ താഴെ വന്ന് അടിഞ്ഞ് ആനോഡ് മഡ് എന്ന് പറയുന്നു. അത് അവിടെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നു. എന്നാൽ പ്യുവർ ആയിട്ടുള്ള മെറ്റല് കാഥോഡിൽ പോയി അടിയുന്നു. The impurities in the anode mud are either more reactive or less reactive the metal to be refined. More reactive metallic impurities pass into the electrolytic solution എടുത്ത് പോകണം. മറ്റേത് എന്താണ്? മഡായിട്ട് താഴോട്ട് അടിയുന്നു. Less reactive metal collect as anode mud and are recovered from there. അതിൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. Electrolytic refining the impure metal is made up to act as anode. A strip of the same metal in pure form is used as cathode. They are put in a suitable electrolytic bath containing soluble salt of the same metal. അങ്ങനെയാണ് ഇലക്ട്രോളിസിസ് നടത്തുന്നത് പറയുകയാണ്. The more basic metal remains in the solution and the less basic one go to the anode mud. Less basic ആയിട്ടുള്ളത് anode mud ആയിട്ട് അടിഞ്ഞു പോകുന്നു. മറ്റേത് more basic ആയിട്ടുള്ളത് സൊല്യൂഷനകത്ത് ലയിച്ചു ചെയ്യുന്നു. This process is also explained using the concept of electrode potential. Electrode potential വെച്ച് നമുക്കിവിടെ അത് പറയാൻ സാധിക്കും. ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. ഇപ്പം നമ്മളിവിടെ കാണുന്നത് കോപ്പറിന്റെ ഒരു ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ആണ്. ആനോഡായിട്ട് ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറിനെ എടുത്തു, കാഥോഡായിട്ട് പ്യുവർ ആയിട്ടുള്ള കോപ്പറിനെ എടുത്തു. ഇവിടെ നിങ്ങൾ കാണാവുന്നതാണ് ആനോഡ് മഡ്. ഇവിടെ ആനോഡിലെ കറണ്ട് കടത്തി വിടുമ്പോൾ ആനോഡിലെ ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റല് Cu2+ ഇലക്ട്രോണുമായിട്ട് ആവുന്നു. അന്നേരം അവിടുത്തെ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നു? ആനോഡ് മഡായിട്ട് താഴോട്ട് അടിയുന്നു. നമ്മളിവിടെ കാണുന്നത് ഇലക്ട്രോലിറ്റിക് സെൽ ഓഫ് കോപ്പറിന്റെയാണ്. ഇംപ്യൂർ കോപ്പർ ആനോഡ് തുടക്കമാണ്. കറണ്ട് കടത്തി വിടുന്നതിന് മുമ്പ് ഇത് നമ്മുടെ എക്യുപ്മെന്റ്സ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇംപ്യൂർ കോപ്പർ ആനോഡായിട്ടും പ്യുവർ കോപ്പർ കാഥോഡായിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോണം, കോപ്പർ കാഥോഡ് കോപ്പറിന്റെ വണ്ണം കുറവാണ് കേട്ടോ. ഇനി നല്ല ഇംപ്യൂർ കോപ്പർ നല്ല വണ്ണത്തിൽ നല്ല കട്ടിയിൽ ഇരിക്കുവാണ്. അന്നേരമാണ് കറണ്ട് അങ്ങ് കടത്തിവിടും. കറണ്ട് കടത്തിവിടുമ്പോൾ ഇംപ്യൂർ കോപ്പർ ഈസ് കൺവേർട്ടഡ് ടു കോപ്പർ ഓഫ് ഹൈ പ്യൂരിറ്റി. അതായത് ഇംപ്യൂർ കോപ്പർ 2+ഉം 2 ഇലക്ട്രോണുമായിട്ട് മാറുന്നു. അത് കോപ്പർ 2+ എങ്ങോട്ട് പോകുന്നു? ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് പോകുന്നു. കാഥോഡ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണെ കൊടുത്ത് അതിനെ കോപ്പറായിട്ട് മാറ്റുന്നു. ഈ കോപ്പറായിട്ട് മാറ്റുന്ന മുഖാന്തരമാണ് കാഥോഡ് ഇലക്ട്രോളിസിസ് കഴിയുമ്പോൾ നല്ല വീതിയിൽ വണ്ണം വെച്ച് ഇരിക്കുന്നു. അതായത് അതിന്റെ സർഫസ് ഏരിയ കൂടുന്നു. കാരണം എന്താണ്? നമ്മുടെ ആനോഡിലുള്ള കോപ്പർ ഇവിടെ വന്ന് അടിയുന്നു, പ്യുവറായിട്ട് വന്ന് അടിഞ്ഞ് അതിന്റെ സർഫസ് ഏരിയ കൂടുന്നു. എന്നാൽ ഇംപ്യൂർ കോപ്പർ ആനോഡിന്റെ ഗതി നോക്കിക്കേ. ഇംപ്യൂർ കോപ്പർ ആനോഡിനകത്തെ കോപ്പറൊക്കെ അങ്ങ് പോയിട്ട് ഇമ്പ്യൂരിറ്റീസ് എല്ലാം എന്നായിരുന്നു? ആനോഡ് മഡായിട്ടൊക്കെ താഴോട്ട് അടിയുന്നു. പ്യുവറായിട്ടുള്ള കോപ്പർ, ഇവിടുത്തെ ഇംപ്യൂർ കോപ്പർ പ്യുവറായിട്ട് കാഥോഡിലോട്ട് മാറുന്നു. എന്നിട്ട് അവിടുത്തെ റിയാക്ഷനാണ് ആനോഡ് കോപ്പർ ടെൻസ് ടു Cu2+ 2 ഇലക്ട്രോൺ കാഥോഡിൽ ചെന്ന് 2 ഇലക്ട്രോണെ സ്വീകരിച്ച് പ്യുവർ കോപ്പറായി മാറുന്നു. ഇതാണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ഓഫ് കോപ്പർ. ഓക്കെ, ഓർത്തിരിക്കുക. എളുപ്പമല്ലേ? ഈ ഇലക്ട്രോളിസിസ് പ്രോസസ്സിനകത്ത് പ്യുവർ കോപ്പർ ഈസ് ഡിപ്പോസിറ്റഡ് ഓൺ ദ കാഥോഡ് പ്ലേറ്റ് and impurities which are soluble and fall to the bottom of the cell as anode mud. ആനോഡിനകത്ത് കോപ്പർ, അത് ബ്ലിസ്റ്റർ കോപ്പർ എന്തായിരുന്നു? SO2 ഒക്കെ ഉള്ളതാണ് ബ്ലിസ്റ്റർ കോപ്പർ എന്നുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ Cu2++ 2 ഇലക്ട്രോൺ ആയി ആനോഡിൽ മാറുന്നു. കാഥോഡിനകത്ത് Cu2++ 2 ഇലക്ട്രോൺ പ്യുവർ കോപ്പറായി മാറുന്നു. ദ ഇലക്ട്രിക്കലി റിഫൈൻഡ് കോപ്പർ ഈസ് 100% പ്യുവർ ആണ് ഇലക്ട്രിക്കലി റിഫൈൻഡ് കോപ്പർ. ഓക്കെ, നമ്മുടെ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്ങിനെ പറ്റി പഠിച്ചു. അടുത്ത റിഫൈനിങ് മെത്തേഡാണ് സോൺ റിഫൈനിങ്. സോൺ എന്താണ്? സോൺ ഏരിയ തിരിക്കുക എന്ന് പറയുന്ന പോലെയാണ് സോൺ റിഫൈനിങ് എന്ന് പറയുന്നത്. സോൺ റിഫൈനിങ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഡിഫറൻസ് ഇൻ സോളിബിലിറ്റീസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഇൻ മോൾട്ടേൺ ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഓഫ് മെറ്റൽ. ഇപ്പൊ ഒരു മെറ്റല്, ആ മെറ്റലിനകത്ത് ഇമ്പ്യൂരിറ്റി അടങ്ങിയിട്ടുണ്ട്. ആ ഇമ്പ്യൂരിറ്റി സോളിഡ് സ്റ്റേറ്റിനകത്ത് അത് ലയിച്ചിരിക്കുന്നു. പക്ഷെ അത് മോൾട്ടൺ ഉരുകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന്റെ സോളിബിലിറ്റി കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുന്നു. ഡിഫറൻസ് ഇൻ സോളിബിലിറ്റീസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഇൻ മോൾട്ടേൺ ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഓഫ് മെറ്റൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊരു മെറ്റലാണ്. ഈ മെറ്റലിനകത്തോട്ട് നമ്മളൊരു ഹീറ്റർ കടത്തി വിടുന്നു. ഹീറ്റർ കടത്തി വിടുമ്പോൾ സർക്കുലർ ഹീറ്റർ കടത്തി വിടുന്നു. അത് നമുക്കറിയാം, നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന പോലെ
നമ്മുടെ ഈ ഹീറ്റർ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പോവുകയാണ്. സർക്കുലർ ഹീറ്ററാണ്. ഈ ഹീറ്ററിൻ്റെ കൂടെ കുറച്ച് ഒരു മോൾട്ടൺ സോണും കൂടെ പോവുക, കണ്ടെയ്നിങ് ഇമ്പ്യൂരിറ്റീസ്. ഇവിടുന്ന് തുടക്കം ഇവിടുന്നായിരുന്നു. തുടങ്ങിയിട്ട് ഇതിൻ്റെ ഈ ഹീറ്ററിൻ്റെ കൂടെ ആരാ പോണത്? ഇമ്പ്യൂരിറ്റീസും കൂടെ പോവുക. കാരണം അതിൻ്റെ സോലിബിലിറ്റി ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. സോലിബിലിറ്റി ഡിഫറെൻ്റ് ചെയ്തു. അന്നേരം ഇവിടെ പ്യുവർ ജെർമേനിയം എന്ന മെറ്റലായിരുന്നു ഇവിടെ ഉപയോഗിച്ചത്. ജെർമേനിയം മെറ്റലിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഹീറ്ററിൻ്റെ കൂടെ, അതായത് ഇത് ഹീറ്റർ വെച്ച് ഒന്ന് തടവിയപ്പോൾ ഈ ഹീറ്ററിൻ്റെ കൂടെ അങ്ങ് പോവുകയാണ്. ഇവിടെ പ്യുവറായിട്ടുള്ള ജെർമേനിയം റീക്രിസ്റ്റലൈസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഹീറ്റർ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഇമ്പ്യൂരിറ്റി എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്ത് പോകുന്നു. നമുക്ക് അവസാനം അതിനെ നമുക്കിവിടെ കൊണ്ടുവന്ന് ഏറ്റവും അറ്റത്ത് കൊണ്ടുവന്ന് ഈ ഹീറ്റർ വെക്കുകയാണെങ്കിൽ അവിടെ വന്ന് എന്തടിയുന്നു? ഇമ്പ്യൂരിറ്റീസ് അടിയുന്നു. പിന്നെയും എന്ത് ചെയ്യണം? ഈ സർക്കുലർ ഹീറ്റർ ഒന്നും കൂടെ അടുത്ത രണ്ടാമത്തെ ടേൺ പോകുമ്പോൾ, ഈ പ്രോസസ്സ് നടത്തുമ്പോൾ അടുത്ത ഏതെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസും ഈ സർക്കുലർ ഹീറ്ററിൻ്റെ കൂടെ പോയി അത് അവസാനം ഇവിടെ കൊണ്ടുവന്ന് അറ്റത്ത് കൊണ്ടുവന്ന് അതിനെ വിടുന്നു. പിന്നെയും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ ജെർമേനിയത്തിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും എന്ത് ചെയ്യുന്നു? സർക്കുലർ ഹീറ്ററിൻ്റെ കൂടെ മോൾട്ടൺ സ്റ്റേറ്റിൽ പോയി അതിനെ കൊണ്ടുവന്ന് ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവന്നാക്കിയിട്ട് അവസാനം ഇത് കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറി ഇവിടെ എന്ത് കിട്ടുന്നു? പ്യുവർ ആയിട്ടുള്ള ജെർമേനിയം കിട്ടുന്നു. നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും, സോൺ റിഫൈനിങ് ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഇൻ സോലിബിലിറ്റീസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്. പെട്ടെന്ന് തന്നെ ഹീറ്റ് എടുത്തപ്പോൾ സോലിബിൾ ആയതുകൊണ്ടാണ് അതിന് കൂടെ പോയത് ഇമ്പ്യൂരിറ്റീസ്. സെമി കണ്ടക്ടേഴ്സ് ലൈക്ക് സിലിക്കൺ, ജെർമേനിയം, ഗാലിയം ആർ പ്യൂരിഫൈഡ് ബൈ ദിസ് മെത്തേഡ്. ഓർത്തിരിക്കുക, സോൺ റിഫൈനിങ് വഴി പ്യൂരിഫൈ ചെയ്യുന്ന ഏത് മെറ്റൽസ് ആണെന്ന്? സെമി കണ്ടക്ടേഴ്സിന് കേട്ടോ. നല്ല പ്യൂരിഫിക്കേഷൻ വേണ്ടതാണ് സെമി കണ്ടക്ടേഴ്സിന്. സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സിലിക്കൺ, ജെർമേനിയം, ഗാലിയം, ഇതെല്ലാം സെമി കണ്ടക്ടേഴ്സ് ആണ്. അങ്ങനെയുള്ള നല്ല ഹൈ പ്യൂരിഫിക്കേഷൻ വേണ്ടതെല്ലാം സോൺ റിഫൈനിലൂടെ പ്യൂരിഫൈ ചെയ്തെടുക്കാം. എലമെന്റ്സ് ഓഫ് വെരി ഹൈ പ്യൂരിറ്റി ആർ ഒബ്റ്റൈൻഡ് ബൈ ദിസ് മെത്തേഡ്. ഇതും ബോർഡ് എക്സാമിന് പലവട്ടം ചോദിക്കുന്നതാണ് സോൺ റിഫൈനിങ്. നമുക്കിവിടെ കാണാം, ഈ ഫിഗറിനകത്ത് കാണുന്നത് റീക്രിസ്റ്റലൈസ്ഡ് പ്യൂർ ജെർമേനിയം ആണ് ഈ കാണുന്നത്. സർക്കുലർ ഹീറ്ററിന്റെ കൂടെ മോൾട്ടൺ സോൺ, അതായത് കണ്ടെയ്നിങ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ഡയറക്ഷൻ ഓഫ് ട്രാവൽ ഓഫ് ഹീറ്റർ ഇൻ മോൾട്ടൺ സോൺ ആൻഡ് ഇമ്പ്യൂരിറ്റീസ്. ഇത് അവസാനം ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ഇമ്പ്യൂർ ജെർമേനിയം റോഡാണ്. അതിനെ സർക്കുലർ ഹീറ്ററിലൂടെ നമുക്ക് അതിനെ പ്യൂർ ആക്കാൻ സാധിക്കുന്നു. അടുത്ത റിഫൈനിങ് ആണ് വേപ്പർ ഫേസ് റിഫൈനിങ്. എന്തായിരിക്കും വേപ്പർ ഫേസ്? ഗ്യാസ് ആക്കി മാറ്റിയിട്ട് അതിനെ റിഫൈൻ ചെയ്യുന്നതിനാണ് വേപ്പർ ഫേസ് റിഫൈനിങ്. ഇൻ ദിസ് മെത്തേഡ് ദ മെറ്റൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് വോളറ്റൈൽ കമ്പോണന്റ്, അതായത് സോളിഡ് ടു ഗ്യാസ്, വിച്ച് ഈസ് കളക്ടഡ് ആൻഡ് ഡീകമ്പോസ് ടു ഗീവ് പ്യുവർ മെറ്റൽ. There are two types vapor phase refining ഉണ്ട്. The metal should form a volatile compound with an available reagent. രണ്ട് സ്റ്റെപ്പാണ്. The volatile compound should be easily decomposable so that the recovery is easy. Volatile component എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ അത് ഈസി ആയിട്ട് റിക്കവർ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സമയവും ഒത്തിരി എക്സ്പെൻസീവ് ഒക്കെ ആയാൽ നമുക്ക് പാടാണ് അല്ലേ? വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് പറഞ്ഞാൽ the metal is converted into its volatile compound, വാതകാവസ്ഥയിലാവുന്നു, which is collected and decomposed to give a pure metal, solid to gas, gas to solid. So the two requirements are the metal should form a volatile compound with an available reagent. volatile compound ആണ്, ഒരു available reagent വെച്ചാണ് അതാകേണ്ടത്. The volatile compound should be easily decomposable so that the recovery is easy. നമ്മൾ രണ്ട് തരത്തിലുള്ള വേപ്പർ ഫേസ് റിഫൈനിങ് ആണ് പഠിക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ്, നെയിംഡ് റിയാക്ഷൻസ് ആണ്. ഒന്നാമത്തെ വേപ്പർ ഫേസ് റിഫൈനിങ് ആണ് വാൻ അർക്കൽ മെത്തേഡ്. വാൻ അർക്കൽ മെത്തേഡ് ആർക്ക് വേണ്ടിയാണെന്ന് വെച്ചാൽ സിർക്കോണിയം, ടൈറ്റാനിയം എന്നീ മെറ്റൽസിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് വാൻ അർക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ റിയേജൻസ് എന്ന് പറഞ്ഞാൽ അയഡിനാണ്. ഈ അയഡിനുമായിട്ട് ഇംപ്യൂർ മെറ്റലിനെ റിയാക്ട് ചെയ്യുമ്പോൾ അത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് ആകുന്നു. ആ ഗേഷ്യസ് സ്റ്റേറ്റിലോട്ടാകുമ്പോൾ അതിനെ നമുക്ക് പ്യൂർ സ്റ്റേറ്റിലേക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നു. വാൻ അർക്കൽ പ്രോസസ്സിനകത്ത് നമുക്ക് ആ സ്റ്റെപ്പ് ഒന്ന് നോക്കാം. ടൈറ്റാനിയം ഇംപ്യൂർ മെറ്റൽ ആയിരുന്നു. ആ ടൈറ്റാനിയത്തിനകത്തോട്ട് അയഡിൻ ചേർത്ത് ചൂടാക്കുമ്പോൾ അത് ഗേഷ്യസ് അവസ്ഥ, വാതകാവസ്ഥയിലോട്ടുള്ള ടൈറ്റാനിയം I4 ആകുന്നു, TiI4. ഈ TiI4 നമുക്ക് റിക്കവർ ചെയ്ത് എന്താകുന്നു? ടൈറ്റാനിയം സോളിഡ് പ്യുവർ സ്റ്റേറ്റിലേക്ക് ആകുന്നു. അവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അയഡിൻ ഗ്യാസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സിർക്കോണിയം
സിർക്കോണിയത്തിനെയും അയഡിൻ ചേർക്കുമ്പോൾ അത് സിർക്കോണിയം അയഡൈഡസ് ZrI4 ഗ്യാസ് വാതകാവസ്ഥയിലാകുന്നു. അതിനെ നമ്മൾ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നു, റിക്കവർ ചെയ്തെടുക്കുന്നു. ഇതിനെയാണ് പറയുന്നത് വാൻ അർക്കിൾ മെത്തേഡ്. ഇത് നിങ്ങളുടെ മനസ്സിൽ വേണം. വാൻ അർക്കിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു വേപ്പർ ഫേസ് റിഫൈനിങ് ആണ്. ആദ്യം ഇംപ്യൂർ ആയിട്ടുള്ള സോളിഡിനെ വേപ്പർ അല്ലെങ്കിൽ ഗ്യാസ് ആക്കി മാറ്റുന്നു. ആ ഗ്യാസ് ആക്കി മാറ്റിക്കഴിഞ്ഞ് അതിനെ പിന്നെയും എന്താക്കുന്നു, പ്യുവർ ആയിട്ടുള്ള സോളിഡ് ആക്കി മാറ്റുന്നു. എന്നിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണ്? അയഡിൻ ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത വേപ്പർ ഫേസ് റിഫൈനിങ് ആണ് മോൺ പ്രോസസ്സ്. ഈ മോൺ പ്രോസസ്സിനകത്ത് ഉപയോഗിക്കുന്ന റിയേജന്റ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആണ്. ഏതാണ്? കാർബൺ മോണോക്സൈഡ്. ഓർത്തിരിക്കുക, തെറ്റിപ്പോകരുത്. കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് നിക്കലിനെ നമുക്ക് വാതകാവസ്ഥയിലോട്ടാക്കാം. അതിനാൽ അതിനെ നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യുന്നു? നിക്കൽ പ്ലസ് കാർബൺ മോണോക്സൈഡ് നിക്കൽ CO4 ആയി മാറുന്നു. നിക്കൽ CO4 അത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. ഈ നിക്കൽ CO4നെ നമ്മൾ നിക്കൽ പ്യുവർ നിക്കലാക്കി കൺവേർട്ട് ചെയ്യുന്നു, റിക്കവർ ചെയ്യുന്നു നിക്കലായിട്ട്. അന്നേരം നിക്കൽ ഇംപ്യുവർ സോളിഡ് നിക്കൽ CO4 ഗേഷ്യസ് ആയി മാറുന്നു. NiCO4 ഗേഷ്യസ് Ni സോളിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള പ്യുവർ ആയിട്ട് മാറുന്നു. ഇവിടെ ഇതിനെയാണ് മോൺ പ്രോസസ് എന്ന് പറയുന്നത്. മോൺ പ്രോസസ്സ് ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നിക്കലിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ആരാണ് അവിടുത്തെ റിയേജന്റ്? കാർബൺ മോണോക്സൈഡ് ആണ് റിയേജന്റ്. ഓക്കെ. അടുത്ത വേപ്പർ ഫേസ് റിഫൈനിങ് ആണ് ഹൈ ടെമ്പറേച്ചറിനകത്തുള്ളത്. അത് ഇംപ്യൂർ ആയിട്ടുള്ള ടൈറ്റാനിയത്തിനെയും സിർക്കോണിയത്തിനെയൊക്കെ അയഡിനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് വാതകാവസ്ഥയിലോട്ട് പോകുന്നു. വാതകാവസ്ഥയിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് റിക്കവർ ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് വേപ്പർ ഫേസ് റിഫൈനിങ്. നിങ്ങൾ മനസ്സിലോർക്കണം, സോളിഡ്, ഗ്യാസ്, ഗ്യാസ്, സോളിഡ്. ഓക്കെ. വാൻ അർക്കിൾ മെത്തേഡിനകത്ത് റിയേജന്റ് അയഡിൻ, മോൺ പ്രോസസ്സിനകത്ത് റിയേജന്റ് കാർബൺ മോണോക്സൈഡ്. ഇതിൽ ആർക്കൊക്കെ വേണ്ടിയാണെന്നുള്ളത് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഇനി അടുത്ത മെത്തേഡാണ് മെറ്റൽ റിഫൈനിങ്ങിനുള്ള ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ്. ഇത് ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ് ഉപയോഗിക്കുന്നത് വളരെ ചെറിയ എമൗണ്ടിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി കേട്ടോ. ഇവിടെ ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡിനകത്ത് പല ടൈപ്പ് ഉണ്ട്. പേപ്പർ ക്രൊമാറ്റോഗ്രാഫി, കോളം ക്രൊമാറ്റോഗ്രാഫി, ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫി. This method is based on the principle that different compounds of a mixture are adsorbed to different extent on an adsorbent. ഇവിടെ അഡ്സോർപ്ഷൻ, പറ്റിപ്പിടിച്ചിരിക്കുക. അഡ്സോർബേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ, അതായത് അഡ്സോർബന്റ് എന്ന് പറഞ്ഞാൽ ഏത് വസ്തുവാണോ അതിന്റെ പ്രതലം വിട്ടുകൊടുക്കുന്ന അതിനെയാണ് അഡ്സോർബന്റ് എന്ന് പറയുന്നത്. ഏത് വസ്തുവാണോ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്ന അതിനെയാണ് അഡ്സോർബേറ്റ് എന്ന് പറയുന്നത്. അന്നേരം എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷനെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ഇതിന്റെ ഈ മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡ് വളരെ ചെറിയ എമൗണ്ട് ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ റിഫൈൻ ചെയ്യുന്നത് ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡിനകത്ത്. The mixture is put into a stationary phase, which may be a solid or a liquid. A pure solvent, a mixture of solvent or a gas is allowed to move slowly over the stationary phase. Different components of mixture get separated gradually as the moving phase moves. അതായത് അഡ്സോർപ്ഷൻ പറ്റിപ്പിടിച്ചിരിക്കുന്ന അനുസരിച്ച് അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് ചെറിയ പല സ്ഥലങ്ങളിലായിട്ട് ഇത് പറ്റിപ്പിടിച്ചിരിക്കുന്നു. There are several chromatographic techniques, paper chromatography, column, gas, etc. Column chromatography is very useful for the purification of elements which are available in minute quantities and the impurities are not very different in chemical properties. ന് വേണ്ടിയാണ് column chromatography ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ പലതരത്തിലുള്ള ക്രോമാറ്റോഗ്രാഫിയുടെ പിക്ചറാണ് കാണുന്നത്. ഇതാണ് സ്റ്റേഷനറി ഫേസ്. ഏത് വസ്തുവിനെയാണോ നമ്മൾ റിഫൈൻ ചെയ്യേണ്ടത് അത് മൊബൈൽ ഫേസ് ആയിട്ട് നമ്മൾ ഇതിലൂടെ കടത്തിവിടുമ്പോൾ പല സ്ഥലത്ത് ഇത് അഡ്സോർബ് ചെയ്യുന്നു. അതാണ് കളേർഡ് ബാൻഡ് ആയിട്ട് കാണുന്നത്, ബാൻഡ്സ് ആയിട്ട്. ഇനി അതിലൂടെ നമ്മളൊരു സോൾവെന്റ് ഒഴിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ അഡ്സോർബ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസ് ഇവിടെ വന്ന് അത് അടിയുന്നു. ഏറ്റവും ടൈറ്റ് ആയിട്ട് അഡ്സോർബ് ചെയ്തിരിക്കുന്ന അവസാനം വന്നേ ഉള്ളൂ അത് വരത്തുള്ളൂ. ഏറ്റവും ലൂസായിട്ട് അഡ്സോർബ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ആദ്യം വന്ന് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മളിവിടെ ലബോറട്ടറി മെത്തേഡാണ് ക്രൊമാറ്റോഗ്രാഫിയുടെ ഇത് കാണുന്നത്. ഇത് ഇൻഡസ്ട്രിയൽ മെത്തേഡാണ്. കോളം, ഡിറ്റക്ടർ, ഫ്ലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള അപ്പാരറ്റസ് ആണ് ഇവിടെ കാണുന്നത്. ഇത് ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്കാണ്. വളരെ ചെറിയ എമൗണ്ടിലുള്ള റിഫൈനിങ് നടത്താൻ വേണ്ടിയാണിത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് മെറ്റലർജി ആണ് പഠിച്ചത് അല്ലേ? മെറ്റലർജി ഒറ്റ സ്റ്റെപ്പ് കൊണ്ടൊന്നും അല്ല മെറ്റലർജി നടന്നിരിക്കുന്നത്. എങ്ങനെയാണത്? ആദ്യം ഓറിനെ കഷ്ണങ്ങളാക്കി പൗഡറാക്കി
അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്തു. അതിന് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പല മെത്തേഡ്സ് ആണുള്ളത്. ഹൈഡ്രോളിറ്റിക് വാഷിംഗ്, ആ ഓറിൻ്റെ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിയുടെ നേച്ചറിനെ അനുസരിച്ചാണ് നമ്മൾ ഈ കോൺസെൻട്രേഷൻ നടത്തുന്നത്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, അതാർക്ക് വേണ്ടിയാണ്? സൾഫൈഡ് ഓറിന് വേണ്ടി. ഇലക്ട്രോമാഗ്നറ്റിക് സെപ്പറേഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് സെപ്പറേഷൻ, അതുപോലെ ലീച്ചിങ് കെമിക്കൽ മെത്തേഡായിരുന്നു. അത് കഴിഞ്ഞ് കോൺസെൻട്രേറ്റ് ഓറ് നമ്മൾ പിന്നെ എന്തിന് ഇതിനെ ഓക്സൈഡ് ആക്കാൻ വിട്ടു. ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കാൽസിനേഷൻ ആർക്ക് വേണ്ടിയാണ്? കാർബണേറ്റ്സും ഹൈഡ്രേറ്റ്സും ആയിട്ടുള്ള ഓറിന് വേണ്ടിയാണ് കാൽസിനേഷൻ. ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ആണ് കാൽസിനേഷൻ നടത്തുന്നത്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സൾഫൈഡ് ഓറിന് വേണ്ടിയാണ് റോസ്റ്റിംഗ് നടത്തുന്നത്. അത് കഴിഞ്ഞ് സ്മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ വിത്ത് കാർബൺ ആണ് സ്മെൽറ്റിംഗ്. അടുത്ത എന്താണ് സ്റ്റെപ്പ്? റിഡക്ഷൻ വിത്ത് മഗ്നീഷ്യം അലൂമിനിയം. നമ്മൾ എലിൻഗാൻ ഡയഗ്രം പഠിച്ചല്ലേ? എലിൻഗാൻ ഡയഗ്രത്തിനകത്ത് നമ്മൾ എന്താ പഠിച്ചത്? അതിനകത്ത് ഹയർ നെഗറ്റീവ് വാല്യൂ ഉള്ള ഗിബ്സ് എനർജി ഉള്ളവയ്ക്ക് എന്ത് ചെയ്യുന്നു? ലോവർ നെഗറ്റീവ് വാല്യൂ ഉള്ളതിന് റിഡക്ഷൻ നടത്താമെന്ന് മനസ്സിലാക്കി. അടുത്ത റിഡക്ഷൻ വിത്ത് ഹൈഡ്രജൻ വാട്ടർ ഗ്യാസ്. ഇനി അവസാനം ആണ് റിഫൈനിങ്ങിൽ നമ്മൾ എന്താണ്? ലിക്വേഷൻ, ഇലക്ട്രോ റിഫൈനിങ്, സോൺ റിഫൈനിങ്, വേപ്പർ ഫേസ് റിഫൈനിങ്, ക്രോമാറ്റോഗ്രാഫി. ഇതെല്ലാം നടന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പ്യുവർ മെറ്റലായിട്ട് നമുക്ക് കിട്ടുന്നു. പ്യുവർ മെറ്റൽ. അതായത് ഇംപ്യുവർ ആയിട്ടുള്ള മെറ്റല് ഓറിലുണ്ടായിരുന്നു. ആ ഓറിനെ എന്ത് ആക്കി? പ്യുവർ മെറ്റലാക്കി മാറ്റി. ഇതാണ് മെറ്റലർജിയിലെ വിവിധ തരത്തിലുള്ള സ്റ്റെപ്പുകൾ. അതായത് നമുക്ക് പലതരത്തിലുള്ള ലോഹങ്ങൾ കിട്ടിയല്ലേ? അതിനകത്ത് നമ്മുടെ ഹെറോൾട്ട് പ്രോസസ്സിലൂടെ ഏതാണ് പഠിച്ചത്? അലൂമിനിയം. അലൂമിനിയത്തെ പറ്റി പറയുകയാണെങ്കിൽ, അലൂമിനിയം ഈസ് എ സിൽവറി വൈറ്റ് ലൈറ്റ് വെയ്റ്റ് മെറ്റൽ. ഇറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് മാലിബിൾ. അലൂമിനിയം ഈസ് യൂസ്ഡ് ഇൻ എ ഹ്യൂജ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് ഇൻക്ലൂഡിംഗ് കാൻസ്, ഫോയിൽസ്, കിച്ചൺ ടെക്സ്റ്റൈൽ, വിൻഡോ ഫ്രെയിംസ്. പല കാര്യങ്ങൾക്ക് വേണ്ടി അലൂമിനിയം ഉപയോഗിക്കുന്നു അല്ലേ? അലൂമിനിയത്തിന്റെ ഉപയോഗം വളരെ വലുതാണ്. അലൂമിനിയം ബോട്ടിൽ ടോപ്സ്, ട്യൂബ് ട്രെയിൻസ്, ബൈസൈക്കിൾ, ഫോയിൽ, ലാഡർ, ക്ലാം സ്റ്റാൻഡ്സ്, പവർ ലൈൻസ്, എയർക്രാഫ്റ്റ് ക്യാൻസ്, ഇതെല്ലാത്തിനും ഉപയോഗിക്കുന്നത് അലൂമിനിയമാണ്. അലൂമിനിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡെയിലി ലൈഫിൽ. അതുപോലെ അടുത്ത കോപ്പർ. മോസ്റ്റ് കോപ്പർ ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് സച്ച് ആസ് വയറിംഗ് ആൻഡ് മോട്ടോഴ്സ്. ദിസ് ഇസ് ബിക്കോസ് ഇറ്റ് കണ്ടക്ട്സ് ബോത്ത് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി വെരി വെൽ. ഓർത്തിരിക്കുക കോപ്പറിന്റെ ഗുണഗണങ്ങൾ. And can be drawn into wires. It also has uses in construction. For example, roofing, plumbing ഇനൊക്കെ കോപ്പർ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഇൻഡസ്ട്രിയൽ മെഷീനറി സച്ച് ആസ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കോപ്പറിന്റെ പലതരത്തിലുള്ള ലോഹസങ്കരങ്ങളുണ്ട്. അലോയിസ്, അതിന് പറഞ്ഞു വേണം അലോയിസ്. കോപ്പർ, ബ്രാസ് കോപ്പറിന്റെ ഒരു അലോയിയാണ്. ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പറും സിങ്കും കൂടെ കൂടി ചേർന്ന ഒരു മിശ്രിതമാണ് ബ്രാസ്. അതുപോലെ അടുത്ത എന്താണ്? ബ്രോൺസും കോപ്പറിന്റെ ഒരു ലോഹസങ്കരമാണ്. ബ്രോൺസ് ഈസ് ആൻ അലോയ് കൺസിസ്റ്റിംഗ് കോപ്പർ പ്ലസ് ടിന്ന്. മാറിപ്പോകരുത്. ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെ കൂടെ സിങ്ക് വരുന്നതാണ്. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെ കൂടെ ടിൻ വരുന്നതാണ് കേട്ടോ. ഓക്കെ. അടുത്താണ് കോയിനേജ്. നമുക്ക് ഇഷ്ടം പോലെ കോയിൻസ് അറിയാലേ? കോയിനേജ് അലോയ് എന്ന് പറഞ്ഞാൽ കോപ്പറും നിക്കലും കൂടെ കൂടിച്ചേരുന്നതാണ്. ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് കോപ്പറിന്റെ പഠിച്ചത്? കോപ്പറിന്റെ അലോയ്സ് അല്ലെ? ഏതൊക്കെയായിരുന്നു? ബ്രാസ്, ബ്രോൺസ്, കോയിനേജ്, അലോയ്. ഇനി ബ്രാസും ബ്രോൺസും തെറ്റിപ്പോരുത്. ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പർ പ്ലസ് സിങ്ക്, ബ്രോൺസ് എന്ന് പറഞ്ഞാൽ കോപ്പർ പ്ലസ് ടിന്ന്. അടുത്ത മെറ്റല്, ഇതിന്റെ എല്ലാം നമ്മൾ എക്സ്ട്രാക്ഷൻ പഠിച്ചാണ്. സിങ്ക് എന്ന് പറഞ്ഞാൽ സിങ്ക് ഈസ് യൂസ്ഡ് ഫോർ ഗാൽവനൈസിങ് അയൺ. ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഇൻ ബാറ്ററീസ്. ബാറ്ററിക്ക് അത് ഉപയോഗിക്കുന്നു. ഈ സിങ്കിനും ധാരാളം അലോയ്സ് ഉണ്ട്. ഇപ്പം പഠിച്ച ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പർ 60%, സിങ്ക് 40%. അതുപോലെ ജർമ്മൻ സിൽവർ എന്ന് പറയുന്നത് സിങ്കിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലോയിയാണ്. ജർമ്മൻ സിൽവറിനകത്ത് കോപ്പർ 25-30% വരെയുണ്ട്, സിങ്ക് 25-30% വരെ. അതുപോലെ നിക്കല്, നമുക്കറിയാം ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പർ സിങ്ക് ഉള്ളായിരുന്നു. ജർമ്മൻ സിൽവർ എന്ന് പറഞ്ഞാൽ കോപ്പർ, സിങ്ക്, നിക്കല് കൂടി ചേർന്നാണ്. നമുക്ക് ഈ ജർമ്മൻ സിൽവറിന്റെ പലതരത്തിലുള്ള ഡിന്നർ സെറ്റ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇതാണ് നമ്മൾ കാണുന്നത്. ജർമ്മൻ സിൽവർ വളരെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സിങ്ക് ഡസ്റ്റ് ഈസ് യൂസ്ഡ് ആസ് എ റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഡൈ സ്റ്റഫ്സ്, പെയിന്റ്സ് എക്സെട്ര. സിങ്കിന്റെ ഉപയോഗങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഇത്രയും ഉപയോഗങ്ങളുണ്ട് കേട്ടോ സിങ്കിന്. അടുത്ത ഇതാണ് അയണിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ പഠിച്ചല്ലേ? അയൺ അവിടെ കാസ്റ്റ് അയൺ വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോം ഓഫ് അയൺ.
It is used for casting stoves, railway sleepers, gutter pipes, toys, etc. It is used in the manufacture of wrought iron and steel. Wrought iron എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമാണ് അയണിന്റെ wrought iron. കാസ്റ്റ് അയണിനകത്ത് about 3% കാർബൺ അടങ്ങിയിട്ടുണ്ട്. wrought ironനകത്ത് 0.2 to 0.5% കാർബൺ ആണ് അടങ്ങിയിരിക്കുന്നത്. wrought iron is used in making anchors, wires, balls, chains and agricultural implements. Steel finds a number of uses. Alloy steel is obtained when other metals are added to it. അതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒക്കെ. Nickel steel is used for making cables, automobiles and aeroplane parts, pendulum, measuring tapes. Chrome steel is used for cutting tools and crushing machines, and stainless steel is used for cycles, automobiles, utensils, pens, etc. പണ്ടത്തെ കാലത്തൊക്കെ ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പിച്ചു പോകുമായിരുന്നു. ഇതിന് പക്ഷേ അലോയ്സ് ഒക്കെ നിർമ്മിച്ചപ്പോൾ അത് തുരുമ്പില്ല. നമുക്ക് നമ്മുടെ സ്പൂണുകളൊക്കെ അല്ലേ, ഇതെല്ലാം എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീലുകളാണ്. അതുപോലെ ഇതെല്ലാം സ്റ്റീലിന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത്, പാത്രങ്ങളും ഒക്കെ. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ മെറ്റലർജി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. മെറ്റലർജി പ്രോസസ്സ് പഠിച്ചു, അതുപോലെ പല ലോഹങ്ങളുടെ പ്രിപ്പറേഷൻ പഠിച്ചു. ഏതൊക്കെയായിരുന്നു നമുക്കൊന്ന് സമപ്പ് ചെയ്യാം. അലൂമിനിയം, അതിൻ്റെ മിനറൽസും ഓറും ഒക്കെയാണ്. ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. എക്സ്ട്രാക്ഷൻ, ഇലക്ട്രോളിസിസ് ഓഫ് Al2O3 ഡിസോൾഡ് ഇൻ മോൾട്ടൺ Na3Al F6. ഇതാണ് ക്രയോലൈറ്റ് എന്ന് പറയുന്നത്. ഫോർ ദി എക്സ്ട്രാക്ഷൻ എ ഗുഡ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് റിക്വയർഡ്. ഈ ഹെറോൾട്ട് പ്രോസസ്സിനകത്ത് കറണ്ട് ധാരാളം വേണം. അടുത്ത മെറ്റലാണ് അയൺ. അതിൻ്റെ ഓറാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് കോക്ക് ഇൻ ബ്ലാസ്റ്റ് ഫർണസിൽ വേണം നിർമ്മിക്കുന്നത്. ടെമ്പറേച്ചർ അപ്രോച്ചിങ് 2170 കെൽവിൻ ഈസ് റിക്വയർഡ്. അടുത്ത മെറ്റലാണ് കോപ്പർ. കോപ്പറിന് പലതരത്തിലുള്ള ഓർസ് ഉണ്ട്. കോപ്പർ പൈറൈറ്റീസ്, കോപ്പർ ഗ്ലാൻസ്, മാലക്കൈറ്റ്, കുപ്രൈറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ഓറുണ്ട്. റോസ്റ്റിംഗ് ഓഫ് സൾഫൈഡ് പാർഷ്യലി ആൻഡ് റിഡക്ഷൻ. ഇവിടെ ഇറ്റ് ഈസ് സെൽഫ് റിഡക്ഷൻ ഇൻ എ സ്പെസിഫിക് ഡിസൈൻഡ് കൺവേർട്ടർ. ദ റിഡക്ഷൻ ടേക്ക് പ്ലേസ് ഈസിലി. ഇതാണ് കോപ്പറിനെ പറ്റി പറയാനുള്ളത്. ഇല്ല, സിങ്ക്. സിങ്ക് എന്ന് പറഞ്ഞാൽ സിങ്കിന്റെ ഓറാണ് സിങ്ക് ബ്ലെൻഡ്, കലാമിൻ, സിൻസൈറ്റ്. റോസ്റ്റിംഗ് ഫോളോഡ് ബൈ റിഡക്ഷൻ വിത്ത് കോക്ക്. സിങ്ക് സൾഫൈഡ് ഒക്കെ നമുക്കറിയാം റോസ്റ്റിംഗ് മുഖാന്തരമാണ് ഓക്സൈഡ് ആക്കുന്നത്. ദ മെറ്റൽ മേ ബി പ്യൂരിഫൈഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. സിങ്ക് നമ്മൾ പറഞ്ഞായിരുന്നു ലോ ബോയിലിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, എന്നിട്ട് അത് ഡിസ്റ്റിലേഷൻ വഴി അത് പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ വളരെ കാര്യങ്ങൾ പഠിച്ചു. മെറ്റലർജി എന്ന ശാഖയാണിത്, മെറ്റലർജി. ഓക്കെ, ഇത് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.